സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം. സന്ദീപ് രാജാക്കാട്, പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്ന നിഗമനം ഭീഷണിപ്പെടുത്തി, വാഹനത്തിൽ വെച്ച് പലതവണ തമ്മിൽ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടാകും. അത് മർദ്ദനത്തിലേക്ക് പോകുന്നു. ആ മർദ്ദനത്തിനൊടുവിൽ കൊല്ലപ്പെട്ടയാളെ മാൻഹോളിൽ കൊണ്ടുപോയി ഒളിപ്പിക്കാം എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തുന്നു. പിടിക്കപ്പെടുന്നത് എവിടെ വെച്ചാണ്, ഏത് പോയിന്റിലാണ് സന്ദീപ് രാജാക്കാട്? സുജാപാർവതി, കരുതി കൂട്ടി നടത്തിയിട്ടുള്ള ഒരു അരുംകൊല എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഈ തൊടുപുഴ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇത് ആദ്യ തവണയല്ല ബിജുവിനെ അപായപ്പെടുത്തുവാൻ വേണ്ടി ഇല്ലെങ്കിൽ കൊലപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടക്കുന്നത്. ഇതിനു മുമ്പ് 2 തവണ ഇത്തരത്തിലുള്ള അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ പരാജയപ്പെട്ടു. പിന്നീടാണ് ഏറ്റവും ഒടുവിൽ വ്യാഴാഴ്ച ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ്. പോലീസ് പറയുന്ന പ്രകാരം ഏതാണ്ട് വ്യാഴാഴ്ച തട്ടിക്കൊണ്ടു പോകുന്ന അന്ന് തന്നെ മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഈ വാഹനത്തിനുള്ളിൽ വെച്ച് ഉണ്ടായിട്ടുള്ള ക്രൂരമായ മർദ്ദനം, ആ ക്രൂരമായ മർദ്ദനത്തിലാണ് ഇയാൾ മരണപ്പെടുന്നത്, ബിജു മരണപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ കൊലപാതകത്തിലേക്ക് നയിക്കുവാനുണ്ടായ സാഹചര്യം പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇവർ തമ്മിൽ മുമ്പ് പാർട്ട്ണർമാരായിരുന്നു, ബിസിനസ് പാർട്ട്ണർമാരായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഷെയർ തുകയുമായി ബന്ധപ്പെട്ട തർക്കം നിലനിന്നിരുന്നു. ആ തർക്കത്തിന്റെ ഒടുവിൽ നിരവധി തവണ ബിജുവിനോട് പണം ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസുകൾ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞു തീർക്കലുകൾ, ഒത്തുതീർപ്പുകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പണം തിരികെ കിട്ടാതെ വരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ബിജുവിനെ കൊലപ്പെടുത്തുവാൻ വേണ്ടി പരിശ്രമം നടത്തുന്നത്. അതിന് കൊട്ടേഷൻ നൽകുകയാണ് ചെയ്യുന്നത്. ഈ ജോമോന് അടുത്തറിയാവുന്ന ജോമിനെ ഈ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കുകയും ജോമിനാണ് മുഹമ്മദ് അസ്ലത്തെയും ഒപ്പം തന്നെ ആഷിഖിനെയും കൊട്ടേഷൻ നൽകുന്നത് ഈ പണം തിരികെ കിട്ടിക്കഴിഞ്ഞാൽ 6 ലക്ഷം രൂപ നൽകാം എന്നുള്ള ഒരു ഉടമ്പടി പ്രകാരമാണ് ഈ ഇവർക്ക് കൊട്ടേഷൻ നൽകുന്നത്. പിന്നീട് ഈ ജോമോൻ ഇവർക്ക് 12,000 രൂപ ഗൂഗിൾ പേ വഴി അഡ്വാൻസായി നൽകുന്ന സാഹചര്യമുണ്ട്. അതെല്ലാം ശാസ്ത്രീയ തെളിവായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്, ഡിജിറ്റൽ തെളിവുകളായി ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ പരാതി നൽകുന്നു, ഒപ്പം തന്നെ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നു. ഈ വിവരങ്ങൾ പോലീസിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണം എത്തുന്നത് ജോമോനിലേക്കാണ്. ഏത് തരത്തിലാണ് ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് വൈരാഗ്യമുണ്ടായിരുന്നു എന്നുള്ളത് പോലീസ് കണ്ടെത്തുന്നു. പിന്നീട് ഈ കൊലപാതകത്തിന് ശേഷം ഇവർ ഇവിടെ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എറണാകുളത്ത് നിന്നും ആദ്യം ജോമോനെ പിടിയിലാകുന്നത്. പിന്നീട് ജോമോൻ പിടിയിലായതിനു ശേഷം നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ ഈ സാമ്പത്തിക ഇടപാടുകളിലെ തർക്കമടക്കം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. താങ്ക് യു സന്ദീപ് രാജാക്കാട്.